ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നേ 6:10 കൊണ്ട് നമ്മൾ വർക്കിന് ഇറങ്ങുന്ന സമയം നമ്മളെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ കഴുകാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പുതിയ താമസക്കാരെ വണ്ടിയാട്ടത്, ഈ ഓട്ടോറിക്ഷ. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഇവിടെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഏതായാലും കോൾഡ് സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി മാറ്റിയിട്ട് വേണം നമ്മളെ വണ്ടി എടുത്ത് പോകാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ മാറ്റേണ്ട എഴുതിയിട്ട് നമ്മളെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കോൾഡ് സ്റ്റാർട്ടിങ് ഒന്ന് കഴിയട്ടെ. അങ്ങനെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. നമ്മളെ ഇക്ക എണീറ്റ് വന്നിട്ടുണ്ട്, ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇറക്കിയിടലില്ല. ഇതിപ്പോൾ ആളെ നാട്ടിൽ പോയിക്കേനെ, ഒരു 3-4 ദിവസത്തെ ലീവിന് പോയിക്കേനെ. അപ്പോൾ വരാത്തതുകൊണ്ട് വേഗം വണ്ടി താഴേക്ക് ഇറക്കാണ്ട് കഴുകാൻ വേണ്ടി വെച്ചതേന്. അപ്പോൾ കഴുകലും പരിപാടി കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ അതാ ബാക്കിൽ വണ്ടി എത്തിക്കണേ. 2 ദിവസം 3 ദിവസം ലീവായിരുന്നു ആള്. അപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം കഴുകാന്ന് വിചാരിച്ചിട്ടേ വണ്ടി താഴേക്ക് ഇറക്കിയാൽ ഇതാണ് പ്രശ്നം, ഗേറ്റ് അടയ്ക്കലും തുറക്കലും. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എന്ന് ഈ റോഡ് സൈഡിൽ ഇവിടെ ഇടല്. ഇതിപ്പോൾ ഇങ്ങനെ കഴുകാൻ മാത്രം ഇങ്ങനെ താഴേക്ക് ഇറക്കലാണ്. അങ്ങനെ നമ്മൾ കഴുകൽ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് അടിയിൽ ഇറക്കൂല. ഫുള്ളായിട്ട് ഇവിടെയൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ. ഇനി ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് തോത്തി കൊടുത്താൽ അപ്പോൾ തന്നെ റെഡിയാവും. എന്നാലും തോത്താനും മടിയാണ്. ഡെയിലി തോത്തി കൊടുത്താൽ തന്നെ ചളി നിൽക്കൂല. പക്ഷെ എന്നാലും ഇവിടെ എന്താണെന്നോ മുട്ടിച്ചിടുമ്പോഴേക്കൊരു ഓർമ്മ വരിക. അപ്പോൾ ഈ സൈഡ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പിന്നാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറക്കും. അവിടുന്ന് കുറേ ഇലകളൊക്കെ ചാടിയുണ്ട് കേട്ടോ. അതൊക്കെ മഴ പെയ്യുമ്പോൾ പോയിക്കോളും. നമ്മുടെ വണ്ടിൻ്റെ കിലോമീറ്റർ ടോട്ടൽ 10,6249 ആയിട്ടോ. ഏല് 65 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഒരു 6 വട്ടം CNG ഉണ്ട്. പിന്നെ ബിയിൽ 59 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഇന്നലെ ടോട്ടൽ ഓടിയത്. അതങ്ങനെ 0 ആക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ മുണ്ടമ്പാലം പോവുക, അവിടെ നിന്ന് ഒരു ചൂട് കട്ടൻ അടിക്കുക, പണി തുടങ്ങുക. അപ്പം അങ്ങനെ നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മുണ്ടമ്പാലം. ഇനി പോയി സൊറമുക്കുന്നവർ പോയി ചായ അടിക്കട്ടെ പറഞ്ഞോ. അങ്ങനെ കേസ് നമ്മളെ കൈനീട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഊബറിൽ ഒരു ലത ഫോർട്ട് ഗ്രാൻഡ് അപ്പാർട്ട്മെന്റ് എന്നാട്ടോ ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ കൊല്ലം കുടുംബങ്ങൾ വന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കാൻ കേട്ടോ. അവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയി. ചെറിയ മഴ ഉണ്ടായിരുന്നു, ചെറുതല്ല, അത്യാവശ്യം വലിയ മഴ തന്നെയാണ്. ഇപ്പോൾ വണ്ടി ആകെ കോട മൂടിയതാണ്ടോ, ബാക്കിലൊക്കെ ആകെ മൂടി. ഇനിയിപ്പോൾ AC ഇട്ടിട്ട് ഇത് ക്ലിയർ ആവണം. അങ്ങനെ നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മൾ പാലാരിവട്ടം ഒരു മോൺസൂണോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ കാണും. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്, എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോക്കായി. അപ്പോൾ ഇതിന് നമുക്ക് 157 രൂപ ഇട്ട് കിട്ടിയത്. അപ്പോൾ 230 ക്യാഷ് കളക്ട് ഉള്ളത്. മാഡം 500 തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ ഗൂഗിൾ പേൻ്റെ സ്കാനറിൽ ആവുന്നില്ല. 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ ആവുന്നില്ല. അവിടുന്ന് രക്ഷപ്പെട്ടു. ആകെ ബ്ലോക്ക്. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഫോൺ നമ്പർ തന്ന് അതിക്ക് ബാലൻസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എഴുതിയതിൽ ഞാൻ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ വരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ 9 നമ്പറേ കിട്ടിയിട്ടുള്ളൂ. ആള് സ്പീഡിൽ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാൻ മറന്നതാണോ പറയാൻ മറന്നതാണോ എന്താ അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഒറ്റ പരിപാടിയുള്ളൂ, ഒറ്റ ട്രിപ്പല്ലേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എത്ര ട്രിപ്പ് എടുത്താലും നമുക്ക് ഈ ഒരു സംഭവം കണ്ടല്ലോ, ഈ ചോദ്യചിഹ്നം, ഇതുവഴി നമുക്ക് ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ അതുവഴി ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കട്ടെ കേട്ടോ. നമ്പർ വാങ്ങിയിട്ട് ബാക്കി ബാലൻസ് ഇട്ട് കൊടുക്കണം. അതെ, ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സെർവർ ഡൗൺ എന്നാണ് കാണിക്കണേ. ഇതുണ്ടോ. അപ്പോൾ ഞാൻ കസ്റ്റമർ 3 വട്ടം വിളിച്ചപ്പോൾ 3-4 വട്ടം ഊബറിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വിളിച്ച്. ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് നമ്പർ മാറിയിരിക്കണം പറഞ്ഞു. ഒരു നമ്പർ മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തോ ലാസ്റ്റ് എന്തോ ഒരു 88 ഉണ്ട്, 88 കൂട്ടി. അപ്പോൾ വേറെ എന്തോ ഒരു പേരാ വന്നത്, റെലീലാന്ന്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി നമ്പർ മാറി എന്താ അറിയില്ലല്ലോ, ഒന്നുകൂടി വിളിച്ച് ചെയ്യാം. ആളെന്തോ ഫംഗ്ഷന് കയറിയ ബുദ്ധിമുട്ടായിക്കൊണ്ട് എന്താ അറിയില്ല. അപ്പോൾ അത് നോക്കിയപ്പോൾ ലീല ലതന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ ഒന്നുകൂടി ചോദിച്ചാൽ അപ്പോൾ എവിടെ ഫസ്റ്റ് 2 നമ്പർ കൂടി മാറിയിട്ടുണ്ട്. ആകെ മാറ്റം വന്നിക്കണം. പൈസ അയക്കാത്ത 270 രൂപ ബാലൻസ് കൊടുക്കണം. 230 നമ്മൾ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്പർ അടിച്ചപ്പോൾ പിന്നെ ലതാന്ന് പേര് വന്ന്. അപ്പോൾ നോക്കുമ്പോൾ സെർവർ ഡൗൺ. ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യാതെ പോയത്. ക്യാഷ് വന്നത് ആളെ സെർവർ എന്തോ ഡൗൺ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു സെർവർ ഡൗൺ ആണ് നിങ്ങളത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മോനെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 3-4 വട്ടം കോൾ ചെയ്ത്. അപ്പോൾ കുറച്ച് മറക്കാണ്ട് ഇട്ട് കൊടുക്കണം, നമ്മൾ മറന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് കഴിഞ്ഞാലോ ഞാൻ അതുകൊണ്ട് പോയിന്നോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇടാൻ നോക്കിയത്. ഇപ്പോൾ ഒരു 3-4 ട്രിപ്പ് നമുക്ക് വന്നു പോയി. നമുക്ക് 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതങ്ങോട്ട് ഡീലാക്കിയിട്ട് അടുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ സെർവർ ഡൗൺ ആണ്, നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ റാപ്പിഡോല അടിച്ചിരിക്കണം, ഒരു ഡോണ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ കുഴിപ്പള്ളി ബീച്ചിൻ്റെ അവിടെ കേട്ടോ. ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 25 കിലോമീറ്റർ എന്താണ് കണ്ടത്, 490 അങ്ങനെ ഇത്ര ഫെയറും ഉണ്ട്. അപ്പോൾ കറക്റ്റ് 19 രൂപ വെച്ചിട്ട് കിലോമീറ്ററിനുണ്ട്. പിന്നെ എന്താ പ്രശ്നം ചോദിച്ചാൽ എയർപോർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോൾ കിട്ടൂല. ഇതിൽ ഇൻക്ലൂഡിങ് ആണെന്നൊക്കെ എഴുതി കാണിക്കും, പക്ഷേ ടോൾ നമുക്ക് കിട്ടൂല. കാരണം ഈ 19 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ 490 തന്നെ ഇൻക്ലൂഡിങ് ആണെന്നാണ് ഇവർ പറയൽ. അപ്പോൾ അതിന് ആദ്യം 60 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 19 രൂപ ഉണ്ടാവില്ല. ഇവരെ കാൽക്കുലേറ്റിൽ കിലോമീറ്ററിന് 19 രൂപ തരുന്നുണ്ടെന്നും പറയും. അപ്പോൾ അതാണ് അവരൊരു കളി. ഇതിൽ ഇൻക്ലൂഡിങ് ആണെന്ന് പറയും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ റാപ്പിഡോയിൽ എയർപോർട്ട് അടിക്കുമ്പോൾ കിലോമീറ്ററിനുള്ള റേറ്റ് റാപ്പിഡോക്കാർ തരും, ഈ ടോൾ കിട്ടൂല. അപ്പോൾ ഞാൻ റാപ്പിഡോയിൽ എയർപോർട്ട് ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ടോളില്ല ഭാഗത്തൂരൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ടോൾ ആദ്യം വിളിച്ച് പറയും. ഞാൻ അവർക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാലോ. ഞാൻ 2 പേരോടൊക്കെ ചോദിച്ചിട്ടുള്ളൂ, അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി കയറിയിട്ട് പോണ വഴിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറ്റാത്ത പോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മൂഞ്ചും. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുക, പിക്ക് ചെയ്യുകയാണെങ്കിൽ പോണീൻ്റെ മുമ്പേ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടത്തിൽ ഓടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് കുഴിപ്പള്ളിക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു, ചെറായി ഭാഗത്തേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിലോമീറ്ററിന് 19 രൂപ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ടോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊബർ ഓഫ് ചെയ്ത് ഇപ്പോൾ അതാ കസ്റ്റമറുടെ അടുത്ത് എത്താൻ കഴിഞ്ഞ ഒരു 200 മീറ്ററും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ റാപ്പിഡോൻ്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് 490 രൂപ ആയിരുന്നു, 510 രൂപ ടിപ്പായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് റാപ്പിഡോയിലെ. അപ്പോൾ ഞാൻ 81 രൂപയുടെ 69 രൂപയുടെ റീചാർജ് അടച്ച് ചെയ്യൽ, അത് GST ഒക്കെ അടക്കം 81.42 രൂപയൊക്കെ ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ റീചാർജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഊബർ ഓൺ ആക്കിയില്ല കേട്ടോ, വേഗം ഊബർ ഓൺ ആക്കട്ടെ. ഊബറും കേരള സവാരി 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കട്ടോ. ഇങ്ങനത്തെ കുറച്ച് അടിക്കാത്ത ഏരിയയിലൊക്കെ വരുമ്പോഴേ 3 ഓൺ ആക്കണതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഊബറിലാണ് കൂടുതൽ അടിക്കാൻ ചാൻസ് കൂടുതൽ. സെക്കൻഡ് ഓപ്ഷൻ റാപ്പിഡോ, പിന്നെയാണ് കേരള സവാരി. കേരള സവാരി യൂസിങ് ആൾക്കാർ കുറവാണ്. ഇതിൽ നമുക്ക് 496 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 490 കസ്റ്റമർ പെയ്ഡ്, ബാക്കി 6 രൂപ എന്തോ വാലറ്റിൽ വന്നിക്കണമെന്ന് പറഞ്ഞു റാപ്പിഡോക്കാർ. അപ്പോൾ പെർ കിലോമീറ്റർ 19.42 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. കറക്റ്റ് 1 മണിക്കൂർ സമയം എടുത്തിട്ടോ. റാപ്പിഡോയിലുണ്ടോ ഇങ്ങനെയൊക്കെ വെറുതെയൊക്കെ പൈസ ഇങ്ങനെ തരും. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ 490 തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രൊമോഷനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഊബറിലാണെങ്കിൽ കണ്ടതുപോലും കിട്ടൂലായിരുന്നു. ഇപ്പോൾ GST ആ ടാക്സ് പോയിട്ടുണ്ട്, ഊബറിൻ്റെ നമ്മളെ ഏണിങ്സിൽ നിന്ന് പിടിക്കുന്ന ടാക്സ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന എമൗണ്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്, അതന്നെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ചെറിയൊരു റേറ്റ് കൂടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 10 കിലോമീറ്ററിനൊക്കെ ഒരു 200 രൂപ 9 കിലോമീറ്ററിനൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേത് 100 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ടാക്സും പോയിന്. ഇപ്പോൾ ടാക്സും പോകണില്ല, ചെറിയൊരു 10-20 കൂടിയ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും വണ്ടി സൈഡാക്കാൻ പറ്റിയൊരു സ്ഥലത്ത് കൊണ്ടുപോയത്. ഇപ്പോൾ റോട്ടിലാണ് പകുതി ഇട്ടിരിക്കുന്നത്. വല്ല ഹോട്ടലും കിട്ടുകയാണെങ്കിൽ സെറ്റായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സമയം 9 മണി ആയിട്ടോ. നമ്മളെ മറ്റേ കസ്റ്റമറിന് പേയ്മെൻറ്റ് അടക്കാൻ നോക്കിട്ടോ. അപ്പോൾ സെർവർ ഡൗൺ ഒക്കെ മാറി, ഇപ്പോൾ ബാങ്കിൽ ബാലൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് മുഴുവൻ ഇപ്പോൾ കയ്യില്ലതാണ്ടോ. അപ്പോൾ 2 ട്രിപ്പ് ഒരു ട്രിപ്പൊക്കെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ആളെ എറർ മാറിയിട്ടുണ്ട്, സെർവർ ഡൗൺ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2 വട്ടം ഫെയിൽഡ് ആയതാണ്ടോ. ഞാനിവിടെ കറക്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടപ്പോൾ സൈഡാക്കിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ച് നമ്മളെ ആലുവക്കാട്ടോ 400 സംതിങ് ഉണ്ട്. അപ്പോൾ അത് കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണ്. ഞാനത് പേഴ്സണലാക്കി പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കസ്റ്റമറോട് ചോദിക്കണം. ആലുവ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിലേക്കാട്ടോ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഊബറിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 500 സംതിങ് ഉണ്ട്. അപ്പോൾ ഈ 500 സംതിങ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും കിലോമീറ്ററിന്. മറ്റേത് എത്ര 16 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ ഞാനും ചോദിച്ചോ അവിടെ കസ്റ്റമറോട് ചോദിക്കണം ആദ്യം. അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ. പേഴ്സണലായിട്ട് കിട്ടിയാൽ അടിപൊളിയായി. എന്താ വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ട്രിപ്പ് അടിയും കുറവായിരിക്കും. ഞാനിപ്പോൾ ഈ ചെറായിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ കുറേ സമയം എടുക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് പോകുന്നത്. ഞാൻ ഹോട്ടലിൻ്റെ അവിടെ ഒരു പാർക്കിംഗ് ആണ് ഇപ്പോൾ പാർക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. എന്തായാലും നോക്കി നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആലുവയ്ക്കുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അപ്പോൾ അവിടെ ആലുവയിലാണ് ഉള്ളത്, KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത്. അതെ, ഞാൻ കസ്റ്റമറോട് ചോദിച്ചു നോക്കി പേഴ്സണൽ ആക്കണതിനെ കുറിച്ച്. അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞ്. അപ്പോൾ എത്ര ഫെയർ കണ്ടു ചോദിച്ചപ്പോൾ ഞാൻ 500 സംതിങ് ആണ് ഇതിന് 610 രൂപയാണ് ടോട്ടൽ ഫെയർ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം ലാഭമായി നമുക്ക് പേഴ്സണലായി പോകുന്നതുകൊണ്ട്. പിന്നെ ഇവിടെ 610 ആയിരുന്നല്ലോ, ഞാൻ ഇവിടെ എത്തിയപ്പോൾ 600 എന്ന് പറഞ്ഞു. അപ്പോൾ 650 അത് നമ്മളെ ഡീലിങ്സിൻ്റെ ഒരു ഇതാട്ടത്. നമ്മൾ പേഴ്സണലാക്കി ചോദിച്ചിട്ടു നമുക്കതിൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ റേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. 650 രൂപ ഇട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റേ ആളെ പൈസ ഇട്ട് കൊടുത്തിട്ടോ 250 രൂപ ആദ്യത്തെ ലത കസ്റ്റമറിൻ്റെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇയാൾ അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ് ഇട്ടത്, അതുകൊണ്ട് അക്കൗണ്ടിൽ ബാലൻസ് വന്ന്. ഇപ്പോൾ ഞാൻ ഊബർ ഓണാക്കിയില്ല, റാപ്പിഡോയും കേരള സവാരിയാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഊബർ ഓണാക്കി കഴിഞ്ഞാൽ അവർ പിടിക്കോ എന്താണെന്നൊരു പേടി. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഓണാക്കിയാലും എപ്പോൾ ഓണാക്കിയാലും ഊബറാർ പിടിക്കും. വെറുതെ കുഴി തോണ്ടണ്ടല്ലോ എഴുതിയിട്ടാണ്. ഇവിടുന്ന് ഇപ്പോൾ ഊബർ ഓണാക്കിയാലേ ചിലപ്പോൾ ട്രിപ്പ് അടിക്കുള്ളൂ. എവിടുന്ന് ഓണാക്കിയാലും അവരൊരു മെസ്സേജ് വരും. കാരണം നമ്മൾ 2 പേരുടെ ലൊക്കേഷൻ ഒരുമിച്ച് ഇങ്ങനെ പോവല്ലേ ക്യാൻസലായതിനു ശേഷം. അത് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ അല്ലേ. അങ്ങനെ നഷ്ടത്തിലുള്ള ട്രിപ്പുകൾ ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. ഇതിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ലാഭമായിട്ടോ. 650 രൂപക്ക് 26 കിലോമീറ്റർ എത്ര ഉണ്ടായിരുന്നുള്ളൂ, 27 കിലോമീറ്റർ. ആ ഭാഗത്തുനിന്ന് ട്രിപ്പ് ഓടിക്കൂല. നമ്മളെ ചെറായി ഭാഗത്തുനിന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടുന്നൊക്കെ ഫുഡ് ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, സമയം 10:30 ആയി. അപ്പോൾ അങ്ങനെ കേസ് ഞാൻ ഊബർ ഓണാക്കിയില്ല കേട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ കണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഓണാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചു നേരം പോകുന്നു കേട്ടോ, നമ്മളെ ചൂണ്ടി ഭാഗത്തേക്ക് അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഒന്നുമില്ല.
നമ്മള് ചായയുടെ പരിപാടി കഴിഞ്ഞ് ഞാൻ റാപ്പിഡോ കേരള സവാരിക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. സമയം 11:21 ഞാൻ ഇപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയി. ട്രിപ്പ് ഒന്നും അടിക്കണില്ല. അപ്പോൾ ഇനി ഊബർ ഓൺ ആക്കാന്ന് വിചാരിച്ച് ഊബർ ഓൺ ആക്കിയിട്ട് എയർപോർട്ടിൽ പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് കേട്ടോ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടുന്ന് ആകെ ഒരു 15 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. എത്ര ഉണ്ടാവട്ടെ, 13 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ്ടോ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു 5 ട്രിപ്പ് അടിച്ചു കേട്ടോ. നമ്മളെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. നല്ലൊരു അടിപൊളി പാടട്ടോ. ഇനി ഇവിടുന്ന് ഒരു 160 മീറ്ററും കൂടി ഉള്ളൂ അഞ്ചനന്റെ അവിടേക്ക്. നല്ല നമ്മളെ പൈപ്പിന റോഡിന്റെ അവിടേക്ക് നമ്മളെ സീപോർട്ട് എയർപോർട്ട് റോഡ് ഉണ്ടല്ലോ, കംപ്ലൈന്റ് ആയതല്ല, വർക്കിംഗ് അല്ലാത്തത്. അവിടെ ഉണ്ട് ഇതേപോലെ നല്ലൊരു പാടം. ഒരു 12:03 ആയപ്പോഴേ നമ്മളിവിടെ അത്താണി CNG പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. CNG അടിക്കണം. CNG 2 പുള്ളിയും പാടേ ഉള്ളൂ. 154 കിലോമീറ്റർ ഓടിട്ടോ കഴിഞ്ഞ CNGയിൽ. അപ്പോൾ ഇവിടെ ഒരു 3-4 വണ്ടിയും പാടുണ്ട് CNG അടിക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോഴേ CNG അടിച്ചിട്ട് എയർപോർട്ട് കയറാനുള്ള പരിപാടി. നമ്മൾ മറ്റേത് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഒരു 100 മീറ്റർ മുമ്പ് നെടുമ്പാശ്ശേരിക്ക് ട്രിപ്പ് അടിച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ നോക്കുമ്പോൾ അത് ക്യാൻസലായി കിടക്കുന്നുണ്ട്. ഇനി കസ്റ്റമർ ക്യാൻസൽ ചെയ്താൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ റിൻസിതാണ് എഴുതി. അപ്പോൾ റിൻസിദിനെ വിളിച്ച് നോക്കി പോകുന്ന ട്രിപ്പിലാണ്. ഓൻ അങ്കമാലി അതൊക്കെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചു കൊണ്ടാണ്. അപ്പോൾ ഓനെ കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും അപ്പത്തിന് CNG അടിച്ചിട്ടാണ് കയറട്ടെ. അങ്ങനെ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. 660 രൂപ കേട്ടോ CNGക്ക് ആയത്. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ CNGയിൽ 154 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടോണ്ട് എയർപോർട്ടിന്റെ അകത്തേക്ക്. അപ്പോൾ ഏതായാലും ചെന്ന് നോക്കട്ടെ. ക്യൂ അല്ലാണ്ടൊന്നും ഇല്ല. 225 ഉള്ളൂ. നമ്മൾ റിൻഷത് വന്നിട്ടോ. അതിന്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ CNG ഇല്ല, പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏതായാലും എൻ്റെ വണ്ടിയിൽ CNG അടിച്ചുകൊണ്ടല്ലേ, 2 വണ്ടി കൊണ്ട് പോകണ്ട. അപ്പോൾ എൻ്റെ ഫോണും ക്യൂ ഓൺ ആക്കിയിട്ട് ഇവിടെ വെക്കാനുള്ള പരിപാടിയില്ല ഈ വണ്ടിയിൽ. എന്നിട്ട് ആ വണ്ടിയിൽ CNG അടിച്ച് ഫുഡ് കഴിച്ച് വരാനുള്ള പരിപാടി കേട്ടോ. എത്ര രൂപയൊക്കെ ഓടി? 5300 അല്ലേ? ആയിക്കോട്ടെ എന്നാ ശരി. മഴക്കാലമായിട്ട് റിൻസിന് കുറെ കൊടകൾ കിട്ടുന്നുണ്ട്. പുതിയത് വാങ്ങിയതൊക്കെ കസ്റ്റമർ മറക്കണുണ്ട്. 450 റുപ്യ അതാ കൊടന്റെ വില. സമയം ഒരു 1:52 ആയപ്പോഴേ നമ്മൾ CNG ഫുഡൊക്കെ കഴിച്ച് ഉള്ളിലേക്ക് കയറി കേട്ടോ. 100 രൂപയുടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യൂ ഇവിടെ 150 ആയിട്ടുള്ളത്. ഇതാണ്ടോ 150, 146. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. എന്തായാലും ഒരു 1-2 മണിക്കൂർ ഇവിടെ അങ്ങനെ പോകും. സമയം ഒരു 3:34 ആയപ്പോഴേ നമുക്കൊരു അഭിനവിന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമയം ഒരു 4:34 ആയപ്പോൾ നമ്മളെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 53 മിനിറ്റ് ആട്ടോ സമയം എടുത്തത്. 23 കിലോമീറ്ററിന്. പോകുന്നിടത്തൂടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ആലുവ കളമശ്ശേരി വരെ ഒരു സിഗ്നലിന്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. കളമശ്ശേരി കഴിഞ്ഞപ്പോൾ വൻ ബ്ലോക്കായി. ലുലുമാളിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. 16-17 മിനിറ്റാണ് സമയം കണ്ടത്. ഭയങ്കര ബ്ലോക്ക്. ഞാൻ ഈ ട്രിപ്പ് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു 200 സംതിങ്ങിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. കിലോമീറ്റർ ഒക്കെ കുറവാണ്, പക്ഷേങ്കിൽ സമയം 30-40 മിനിറ്റ് ഒക്കെയാണ് കണ്ടത്. 11 കിലോമീറ്ററോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷേങ്കിൽ സമയം നല്ലോണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡോ കേരള സവാരി ഓൺ ആക്കിക്കണം. ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഊബറിൽ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടും കാര്യം ഉണ്ടാവില്ല, വേറെ എവിടേക്കൊക്കെ ട്രിപ്പ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റാപ്പിഡോ കേരള സവാരിയാണ് ഓൺ ആക്കിക്കണേ. എനിക്ക് റൂമിൽ പോയിട്ട് പെൻഡാമേനകയിലൊന്നും പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോഴേ കാർ കൊണ്ട് പോവുള്ളൂ. അതിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ കാർ കൊണ്ട് പോയിട്ട് കാര്യമല്ല. മറൈൻ ഡ്രൈവിലേക്ക് അടിക്കുന്ന ട്രിപ്പാണ്. 9 കിലോമീറ്റർ 44 മിനിറ്റ്. അത് റേറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. 200 സംതിങ് ഉണ്ട്. സാധാരണ നമുക്ക് ആ 8 കിലോമീറ്ററിന് 9 കിലോമീറ്ററിന് ആ റേറ്റ് കിട്ടൂല. ആകെ ഒരു 10-20 കൂടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കാണുമ്പോൾ എന്തോ കൂടുതലുള്ള പോലെ തോന്നും. കാരണം സാധാരണ കിട്ടലില്ലല്ലോ 9 കിലോമീറ്ററിന്. പക്ഷെ എൻ്റെ സമയം കണ്ടോ 44 മിനിറ്റ്. ആ ഭാഗത്തേക്കൊന്നും ഒരിക്കലും ട്രിപ്പ് അടിച്ച് പോകാൻ പറ്റില്ല. ആ ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് അടിച്ച് പോയാലേ എറണാകുളത്തെ ഏകദേശം ഭാഗത്തെ ബ്ലോക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആലായിരോട്ടൊക്കെ ഇപ്പോൾ മെട്രോൻ്റെ പണിയായിട്ട് അവിടെ നിന്നാണ് കരൂര് സ്റ്റേഡിയം മെട്രോൻ്റെ അവിടെ നിന്നാണ് ഇത് സ്പ്ലിറ്റ് ആയിട്ട് പോകണേ, ഇൻഫോ പാർക്കിൻ്റെ അടുക്കുള്ളത്. അപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ട്രിപ്പ് വരുമ്പോൾ ഇതിൽ 44 മിനിറ്റ് കാണിക്കണുള്ളൂ. അവിടെ എത്തുമ്പോൾ അത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബ്ലോക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. ഇതിൽ കാണിക്കണേ അതേ സമയത്തിന് തന്നെ എത്തണമെന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ ബ്ലോക്ക് കൂടുള്ളൂ ചെയ്യുക. നമ്മളെ റൂമിലേക്ക് പോകുന്ന റൂട്ടിലേ വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. എന്നാലും ഏകദേശം ബ്ലോക്കൊക്കെ ഉണ്ടാവും. ആ തൃക്കാക്കര അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവലുണ്ട്. എന്തായാലും വേഗം റൂമിലേക്ക് കയറട്ടെ. അങ്ങനെ കേസ് നമ്മൾ ഒരു 5:02 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ റാപ്പിഡോ കേരള സവാരിക്ക് ഓഫ് ചെയ്ത് കുറേ ട്രിപ്പ് അടിക്കുന്നുണ്ട്. അതിന് മറൈൻ ഡ്രൈവിക്കൊക്കെ 59 1 മണിക്കൂറൊക്കെയാണ് സമയം കാണിക്കണേ. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി. ഞാൻ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് നിർത്തിക്കാണ്. നമ്മളൊരു ഫ്രണ്ട് ഇവിടെ വരാണ്ട്. അപ്പോൾ ആളിമ്പാടെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ കാണാം.